ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ആകെ ഒരൊറ്റ സിംഗിൾ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, സിംഗിൾ ഓഫർ, പെയ്ഡ് ആഡ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. 100% ഓർഗാനിക് ആയിട്ട് നമ്മൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ നിങ്ങളെ അസ്യൂം ചെയ്യുന്നത് നിങ്ങളൊരു ബിഗിനർ ആണ്. ഡെയിലി നിങ്ങൾക്കൊരു 1 hour സ്പെൻഡ് ചെയ്യാനുണ്ട്. ഈ ഒരു അസംഷനിലാണ് ഞാൻ ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത്. നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ട് ആണെങ്കിൽ നിങ്ങൾക്കത് ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പെയ്ഡ് അഡ്വർടൈസിങ് മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാമല്ലോ അല്ലെ എല്ലാവർക്കും. അതായത് നമ്മളൊരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കമ്പനിയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുമായിട്ട് ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്ത് അവരുടെ പ്രൊഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് നമ്മൾ ഒരു നമുക്ക് അവരൊരു കമ്മീഷൻ തരുന്ന ഒരു മെത്തേഡാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പെർഫോമൻസ് മാർക്കറ്റിംഗ് മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ പല പ്രൊഡക്റ്റുകളും നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. പക്ഷെ നമ്മൾ ഇവിടെ ചെയ്യുന്നത് പക്ഷെ നമ്മുടെ ഒരു എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ജോബ് റീപ്ലേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സാലറി റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻകം പാസീവായിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ പ്രൊഡക്റ്റുകൾക്ക് 3% അല്ലെങ്കിൽ 4% ഒക്കെയാണ് നമുക്ക് കമ്മീഷൻ കിട്ടുക. അതിന് പകരം നമ്മൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ, സോഫ്റ്റ്വെയർ ഒക്കെ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40% മുതൽ 70-80% വരെയൊക്കെ നമുക്ക് കമ്മീഷൻ കിട്ടും. അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളാണ്. സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ കിട്ടും. അതായത് നേരത്തെ പറഞ്ഞ പോലെ 50-60% നമുക്ക് റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ കിട്ടും. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ. ഈ സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിപ്പോൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്ന ആളുകൾ, ഒരു 5-ൽ താഴെയൊക്കെ മാത്രം സ്റ്റാഫുള്ള ഒരു ബിസിനസ്സിന് അവർക്ക് അവരുടെ മാർക്കറ്റിംഗ്, ഓൺലൈൻ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഇൻ വൺ സിസ്റ്റം ആണ് systemi.io എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ്. ഇത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അത് നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. സിസ്റ്റമിയുടെ അഫിലിയേറ്റ് പ്രോഗ്രാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതിലൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അഫിലിയേറ്റിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടും. അഫിലിയേറ്റ് ലിങ്ക് നിങ്ങളുടെ ഡാഷ്ബോർഡിൽ കിട്ടും. അപ്പോൾ ഇവർ എന്താണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവർ 60% റിക്കറിംഗ് ആയിട്ട് കമ്മീഷൻ പേ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $27 പെർ മന്ത് ആണ്. അതായത് 2000 രൂപ കസ്റ്റമർ പേ ചെയ്യുന്ന സമയത്ത്, ഓരോ മാസം കസ്റ്റമർ 2000 രൂപ പേ ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് 1400 രൂപ, 1200 രൂപ നിങ്ങൾക്ക് കമ്മീഷനായിട്ട് കിട്ടും. $16.5. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ എല്ലാ മാർക്കറ്റേഴ്സും പറയുന്ന പോലെ തന്നെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്തും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു നിഷ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഒരു നിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സബ് മാർക്കറ്റാണ്. ഒരു പ്രത്യേക സ്വഭാവമുള്ള, ഒരു പ്രത്യേക റിക്വയർമെൻ്റ് ഉള്ള ഒരു സബ് മാർക്കറ്റിനെയാണ് നമ്മൾ നിഷ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഏത് നിഷ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ബിസിനസ് കോച്ചിങ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്രൊഡക്റ്റ്, ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ, ട്രേഡിംഗ് ഒക്കെ കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അല്ലെങ്കിൽ യോഗ പോലെയുള്ള ട്രെയിനിങ് ചെയ്യുന്ന ഇൻഡിവിജ്വൽസ്, ജിമ്മുകൾ റൺ ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഏത് നിഷ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാം. ഇപ്പം നമ്മളിവിടെ എക്സാമ്പിളിന് വേണ്ടി പറയുന്നത്, ഒരു യോഗ ട്രെയിനറിന് സെൽ ചെയ്യുന്ന യോഗ ട്രെയിനർ, അതായത് ഒരു യോഗ ട്രെയിനിങ് നടത്തുന്ന ഒരാളാണ്. പുള്ളിക്ക് ഓൺലൈനിൽ കൂടുതൽ ലീഡ്സ് വേണം. ഇങ്ങനെയുള്ള ഒരാളെയാണ്, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയാണ് നമ്മളിവിടെ നിഷായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സിസ്റ്റമിൽ ഞാൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. വെബ്സൈറ്റുകൾ ബിൽഡ് ചെയ്യാം, ലീഡ് ജനറേഷന് വേണ്ടിയിട്ടുള്ള ഫണൽ ബിൽഡ് ചെയ്യാം, ഇമെയിൽ ഓട്ടോമേഷൻസ് ചെയ്യാം. അങ്ങനെ ഈ ലീഡ് ജനറേഷനൊക്കെ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റമി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ആ ഒരു കണ്ടുപിടിച്ച നിഷില്ലേ, ആ ഒരു നിഷിലേക്ക് നമ്മൾ ഫണൽ ടെംപ്ലേറ്റുകൾ സിസ്റ്റമി വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം. അതായത് വെബ്സൈറ്റ് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിൻ്റെ ടെംപ്ലേറ്റുകൾ. അത് ആർക്ക് വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഗ ട്രെയിനിങ് ചെയ്യുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടെംപ്ലേറ്റുകൾ, ലാൻഡിംഗ് പേജിൻ്റെ ടെംപ്ലേറ്റ് നമുക്ക് സിസ്റ്റമി വെച്ചിട്ട് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം. അതായത് നിഷ് ആദ്യം കണ്ടുപിടിച്ചു, ആ നിഷിന് യൂസ്ഫുൾ ആയിട്ടുള്ള അവരുടെ ആ ഒരു റിക്വയർമെൻറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെംപ്ലേറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ ലീഡ് ജനറേഷൻ ആണെങ്കിൽ ആ ലീഡ് ജനറേഷന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഫണൽ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫണലിനെ കുറിച്ചോ
സിസ്റ്റമിനെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആയിട്ട് പോകും. അതുകൊണ്ടാണ് പറയാത്തത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള റിസോഴ്സുകളോ അല്ലെങ്കിൽ അവിടെ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു തരാം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടുപിടിക്കുക എന്നുള്ളതാണല്ലോ. അതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിൻ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഡെയിലി എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ നിങ്ങൾക്ക് ഒരു വീക്കിൽ 100 പേർക്ക് കണക്ഷൻ റിക്വസ്റ്റ് അയക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതായത് ഒരു മാസം നിങ്ങൾക്ക് 400 കണക്ഷൻ റിക്വസ്റ്റ് അയക്കാൻ പറ്റും ലിങ്ക്ഡിൻ വെച്ചിട്ട്. അപ്പോൾ ലിങ്ക്ഡിനിൽ ഇവരെ കണ്ടുപിടിക്കൽ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ലിങ്ക്ഡിനിൽ വന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യോഗ കോച്ച് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ഇവിടെ പീപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് സെലക്ട് ചെയ്യുക. നിങ്ങൾ ഏത് കൺട്രിയിലുള്ള വരെയാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയുള്ള കോച്ചുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവരുടെ പ്രൊഫൈൽ എടുത്തിട്ട് നമ്മൾ ആദ്യം കണക്ഷൻ റിക്വസ്റ്റ് അയക്കാണ് വേണ്ടത്. കണക്ഷൻ റിക്വസ്റ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ അടുത്ത് പറയേണ്ടത് ഐ വർക്ക് വിത്ത് യോഗ ട്രെയിനേഴ്സ്, അതായത് ഞാൻ യോഗ ട്രെയിനേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന യോഗ ട്രെയിനേഴ്സിന് ഓൺലൈനിലെ ലീഡ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഐ ഹാവ് എ ഫ്രീ ടെംപ്ലേറ്റ് ഫോർ യു. നമ്മൾ നേരത്തെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള സിസ്റ്റമിക്കകത്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ടെംപ്ലേറ്റ് ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് ഇത് വേണമെന്ന് ഉള്ള രീതിയിൽ ചോദിക്കുകയാണ്. ഞാനൊരു ഫ്രീ ടെംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട്. ഐ വുഡ് ലൈക്ക് ടു ഗിവ് ഇറ്റ് ഫോർ ഫ്രീ ഫോർ എ ടെസ്റ്റിമോണിയൽ. നിങ്ങൾ അതിനെക്കുറിച്ചൊരു ടെസ്റ്റിമോണിയൽ തന്നാൽ മതി. ആ ടെംപ്ലേറ്റ് നല്ലതാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള രീതിയിൽ അവരുടെ അടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ടെസ്റ്റിമോണിയൽ ചോദിക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതിൽ ഇതിലെന്തോ ഒരു ക്യാച്ച് ഉണ്ട്, സംതിങ് ഫിഷ് എന്നുള്ള ഒരു രീതിയിലേക്ക് അവർ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫ്രീ ടെംപ്ലേറ്റ് യോഗ ട്രെയിനേഴ്സിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു റിവ്യൂ തന്നാൽ മതി എന്നുള്ള രീതിയിൽ എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഇറ്റ് മേക്സ് സെൻസ്. ഓക്കെ. അപ്പോൾ അത് കുറച്ചുകൂടെ അതിന്, അതായത് നമ്മളത് ഫ്രീ കൊടുക്കുന്നതിൻ്റെ എന്തിനാണെന്നുള്ള ഒരു ഇത് അവർക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ആവും. ഓക്കെ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് ഫ്രീ ആയിട്ട് ടെംപ്ലേറ്റ് കൊടുക്കുന്നു. ടെംപ്ലേറ്റ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഹൗ ടു യൂസ് ദിസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഞാനിത് സിസ്റ്റമിൽ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് ഈ കംപ്ലീറ്റ് ഫണൽ ബിൽഡ് ചെയ്തിട്ടുള്ളത്. യു ക്യാൻ ക്രിയേറ്റഡ് സിസ്റ്റമി അക്കൗണ്ട് യൂസിങ് ദിസ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് കൊടുക്കാം. അപ്പോൾ ഈ ടെംപ്ലേറ്റ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലൂടെ സിസ്റ്റമി യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്കവിടെ നമ്മൾ ടെംപ്ലേറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും മന്ത്ലി നമുക്ക് സിസ്റ്റമിയുടെ ഒരു കമ്മീഷൻസ് വന്നുകൊണ്ടിരിക്കും. ഇതാണ് സിമ്പിളായിട്ടുള്ള സ്ട്രാറ്റജി. ഇത് ഏത് തുടക്കക്കാർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ലീഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഫണൽ അതായത് ഈ ടെംപ്ലേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കംപ്ലീറ്റ് സിസ്റ്റം നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ട്. നിങ്ങൾക്കത് റിസോഴ്സസിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഫണൽസ് എല്ലാം. അതിന് വേണ്ടിയുള്ള സപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ. നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റുകളും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാനുള്ള സിസ്റ്റംസും നിങ്ങൾക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലോൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിസ്റ്റംസും അതിനുള്ള ട്രെയിനിങ്ങുകളും കോച്ചിങ്ങും എല്ലാം ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളത് ജോയിൻ ചെയ്യാം. ഞാൻ ബിഗിനേഴ്സിൻ്റെ അടുത്ത് ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്നതാണ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സിസ്റ്റം കംപ്ലീറ്റ് നമുക്കതിൻ്റെ അകത്തുനിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരി.